7 പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ഈ വീക്കിൽ. നൂറ മാത്രം രക്ഷപ്പെട്ടു ടിക്കറ്റ് ഫിനാലെ കിട്ടിയതുകൊണ്ട്. പക്ഷേ ഈ വീട്ടുകാരിൽ ഒരാൾക്ക് പോലും വെളിവും വെള്ളിയാഴ്ചയും വിവരവും ഇല്ലെന്നുള്ള കാര്യം തെളിഞ്ഞ ഒരു ലൈവാണ് ഇപ്പൊ അവിടെ കഴിഞ്ഞത്. കാരണം ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാണ് നൂറയ്ക്ക് കൊടുത്തത്? ഡയറക്റ്റ് ഫിനാലെ വീക്കിലേക്കുള്ള, അതായത് 92th ഡേ, ആ ഡേയിലേക്കുള്ള ഒരു എൻട്രി കാർഡാണത്. അപ്പം അതുവരെ ബാക്കിയുള്ളവർ പിന്നെ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞാൽ തൊട്ട് വീക്ക് എല്ലാവരും നോമിനേറ്റഡ് ആണ്. ആ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാം നോമിനേറ്റഡ് ആണ്. ഇതുപോലും ഈ വിവരം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം ഇല്ലാത്തതിന്റെ PhDകളാണ് ഇന്ന് ഞാൻ അവിടെ കണ്ടത്. അത് നൂറ ഉൾപ്പെടെ ആർക്കും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിക്കുമ്പോൾ നോമിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആദില വന്ന് സൈഡിലിരിക്കുന്നു, ഷാനവാസ് അപ്പുറം ഭാഗത്ത് പോയിരിക്കുന്നു, അനുമോളം നടുക്കിരിക്കുന്നു, പണിയാൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ട് പണിയാൻ വേണ്ടി. എന്നിട്ട് ഒന്നിനും വിവരമില്ലെന്ന് പറഞ്ഞ് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരാരും ബിഗ് ബോസ് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബിഗ് ബോസിന്റെ ഇത്തവണ സെലക്ഷൻ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉള്ള 8 പേര്, ഈ 8 പേർക്കും ബിഗ് ബോസ് എന്താണെന്ന് അറിയത്തുമില്ല, ഇവർ കണ്ടിട്ടുമില്ല. അത് ഉറപ്പാണ്. കാരണം ഈ ടിക്കറ്റ് ഫിനാലയിൽ ജയിച്ചു കഴിഞ്ഞാലുള്ള എന്താണ് നേട്ടം എന്നുള്ളത് പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ നോമിനേഷനിൽ വരും എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത വീട്ടുകാരാണ് അവിടെ ഉള്ളത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നിട്ടുള്ള അനുമോൾക്കും നെവിനും ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു. ആദ്യത്തെ ആഴ്ച മുതൽ നോമിനേറ്റ് ചെയ്തവരുടെ പേരുകൾ കൃത്യമായി ഓർത്ത് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നേ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമൻറ്റ്. പിന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓരോന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. ബിഗ് ബോസ് നോമിനേഷന് വേണ്ടി എല്ലാവരെയും വിളിക്കുന്നു. എന്നിട്ട് ഈ ബിഗ് ബോസിലെ ഇപ്പോൾ 13ാമത്തെ ആഴ്ചയാണ്. നിങ്ങൾ എല്ലാവരും നോമിനേഷൻ കടന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 8 തവണ, ഏറ്റവും കൂടുതൽ തവണ ഈ വീട്ടിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനുമോളും നെവിനുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുമോളും നെവിനും 2 പേരും സെയിം ആണ്. 8 തവണ വന്നിട്ടുണ്ട്. ഏറ്റവും കുറച്ച് തവണ വന്നിട്ടുള്ള അനീഷാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? അനുമോളും നെവിനും പ്രേക്ഷകരോട് നന്ദി പറയുക. അപ്പം അനുമോളും നന്ദി പറയുന്നുണ്ട്, നെവിനും കരഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് നന്ദി പറയുന്നുണ്ട് പ്രേക്ഷകരോട് ലിവിംഗ് റൂമിൽ നിന്ന്. അടുത്ത അനീഷിന് നന്ദി പറയാനുള്ളത് ആരടുത്താണ്? ഈ പറയുന്ന വീട്ടുകാരടുത്താണ്. കാരണം വീട്ടുകാരാണല്ലോ നോമിനേഷന് പിടിച്ചിടാത്തത്. അപ്പോൾ വീട്ടുകാരോട് നന്ദി പറയുന്നുണ്ട്. എല്ലാവരെയും കോടന്നൂരിലേക്കും മഞ്ഞ പെയിന്റ് അടിച്ച വീട്ടിലോട്ടൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ, നല്ല അന്തരീക്ഷമാണ്. അതിനുശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് 8 തവണ നോമിനേഷനിൽ വന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള അനുമോൾക്കും നെവിനും വേണ്ടി ഒരു സമ്മാനം ഉണ്ട്. 25 കോഴിമുട്ടകളാണ് സമ്മാനം. അങ്ങനെ നെവിനും അനുമോൾക്കുള്ള 25 കോഴിമുട്ട കൂടകളിൽ വരുന്നുണ്ട്. നൂറ പോയി എടുത്തുകൊണ്ട് വരുന്നു സ്റ്റോർ റൂമിൽ നിന്ന്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് തവണ നോമിനേഷനിൽ വന്നിട്ടുള്ള അനീഷിന് ഈ പറഞ്ഞ പോലെ എത്ര മുട്ടകളാണ്? നല്ല മുട്ടകൾ, 5 ലിറ്റർ പാല്. അതെ, അപ്പം അതായത് ഇവര് ഫിനാലെ അടുക്കാറായിരുന്നു. ഇപ്പൊ വലിയ ഗെയിം ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് മുട്ടയും പാലൊക്കെ ഇരിക്കട്ടെന്ന് ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നു. ദെൻ നോമിനേഷനിലേക്ക് വരുന്നു. അപ്പൊ എല്ലാവരും ഇനി നോമിനേഷൻ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ നൂറ ഒഴിക്കുക ബാക്കി എല്ലാവരും നേരിടെയാ അതാ നോമിനേഷനിൽ വന്നിരിക്കുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നു. എല്ലാവരും ഇങ്ങനെ കൈയൊട്ടി എഴുന്നേറ്റ് പോകുന്നുണ്ട്. നേരെ പുറത്ത് പോയി അക്ബറും നെവിനും കൂടി. അക്ബർ പറയുന്നുണ്ട്, ഇവരിപ്പം നമ്മളെ പിടിച്ച് നോമിനേറ്റ് ചെയ്യാൻ ഇരുന്നതാണ് എല്ലാവരും കൂടി. നമുക്കിപ്പോൾ വീണ 6 വോട്ട് വീതം കാണാം. നമ്മളെ പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇവർ കാത്തിരുന്നത്. പക്ഷേ ബിഗ് ബോസ് അവരുടെ പ്ലാൻ പൊളിച്ച് കളഞ്ഞു കേട്ടാ. പൊളിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പൊന്ന അക്ബറെ, നെവിനെ, അനീഷ്, ഷാനവാസ്, ആദിലെ, നൂറ, അനുമോക്കെ, സാബുമാനെ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ടിക്കറ്റ് ഫിനാലെ വീക്ക് കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റ് നോമിനേഷനിൽ വരും. ഇത് ഭൂലോക മണ്ടത്തരത്തിൻ്റെയും ബുദ്ധിയില്ലായ്മയുടെയും PhDകളാണ് അതിനകത്തിരിക്കുന്നത്. ഈ പ്രേക്ഷകരുടെ അത്ര വിവരം പോലും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കായിക്കോട്ടെ നമുക്കായിക്കോട്ടെ ബിഗ് ബോസ് എന്താണെന്നുള്ളൊരു സാമാന്യ ബോധവും വിവരവും ഉണ്ടല്ലോ. അതുപോലും ഇല്ലാത്തവരാണ് അവിടെ കളിക്കാൻ വരുന്നത്. എനിക്കൊന്നും അനീഷിനൊരു പക്ഷെ അറിയായിരിക്കും. അയാൾ കോമഡറാണ്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അയാൾക്ക് അറിയായിരിക്കും. വേറെ ഒന്നിനും ഒരു ബോധവും ഇല്ല. ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ പറയുന്നൊന്നുമില്ല, എന്നാലും ആർക്കും ഒരു വിവരവും ബോധവും ഇല്ലാതായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും കൊള്ളാം മക്കളെ, കൊള്ളാം. അങ്ങനെ 7 പേർ നോമിനേറ്റഡ് ആണ്. ആരൊക്കെയാണ് ആ 7 പേർ? നൂറ ഒഴികെ ബാക്കി 7 പേർ. അതായത് സാബുമാൻ, അനുമോൾ, അനീഷ്, നെവിൻ, അക്ബർ, ഷാനവാസ്, ആദില, ഇവർ 7 പേര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്.
നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായി കൊണ്ടുപോയി കൊടുക്കുക. 84-ാമത്തെയും 91-ാമത്തെയൊക്കെ ദിവസങ്ങളിൽ അൺഫെയർ നടക്കുന്ന ദിവസങ്ങളാണ്. 84 നമ്മളിപ്പോൾ കണ്ടു ആരൻ്റെ അൺഫെയർ. ഇനിയും കാണാൻ വയ്യ. അർഹതപ്പെട്ടവർ ടോപ്പ് 5ലേക്ക് വരട്ടെ. അതിനുവേണ്ടി നിങ്ങൾ വേണം രാത്രിയിൽ പോയി വോട്ടുകൾ ചെയ്യാൻ. യൂട്യൂബിൽ പോളിടും ഞാൻ. പോളിൽ മാത്രം വോട്ട് കുത്തിയാൽ പോരാ, ഹോട്ട്സ്റ്റാറിലും വോട്ട് മറക്കാതെ പോയി കുത്തണം. എന്നാലേ അവർക്ക് വോട്ട് കിട്ടുകയുള്ളൂ. ഇത്രേ എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണത്. അർഹതപ്പെട്ടവരെ ജയിപ്പിക്കുക. മാന്യമായി കളിച്ച് ഷോയ്ക്ക് കണ്ടന്റും മൈൻഡ് ഗെയിമും ടാസ്കും എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾ ജയിപ്പിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.